സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ക്രിസ്മസ് അടുത്തപ്പോൾ പല കോണിൽ നിന്നും ക്രിസ്ത്യൻ മതസമൂഹത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളും RSS സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ നേരത്തെ സംഘപരിവാറുകാർ ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെതിരെ ശബ്ദിക്കുക. ക്രിസ്ത്യാനികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കലാപം ഈ സംഘപരിവാർ ശക്തികൾ അഴിച്ചുവിടുമ്പോൾ അവർക്ക് കാര്യം ഒരുപാട് പേരുണ്ട്. ഹിന്ദു ഐക്യവേദിയുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, പിന്നെ ബജ്രംഗ് ദളുണ്ട്, പിന്നെ ഹനുമാൻ സംഘമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ, പല പല പേരുകളിൽ അവർക്കുണ്ട്. അപ്പോൾ സംഘപരിവാറാണ്, അതൊരു കുടുംബമാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പല രീതിയിൽ ഒരു ചർച്ചിൽ കയറിയിട്ട് ജീസസ് എങ്ങനെയുണ്ടായി, ജീസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അച്ഛൻ ആരാണ്, മറിയം വെറുതെ പ്രസവിക്കും എന്നൊക്കെ ചോദിച്ച് വളരെ ആക്ഷേപിച്ചു കൊണ്ടുള്ള പിന്നെ ഇതെല്ലാം എല്ലാ ചാനലുകളിലും വന്നതാണ്. അപ്പോൾ എന്നിട്ടും ചില ക്രിസംഗികൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. പുട്ടുസാമനെ പോലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ പറയുന്നുണ്ട് മുസ്ലിങ്ങളെയും പിന്നെ അവർ ആക്രമിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെയും ആക്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പേര് പറയില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അത് പണ്ട് ഇംഗ്ലീഷുകാരുടെ തന്ത്രമാണ്. അവരുടെ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടുപഠിച്ചതാണ് ഈ സംഘപരിവാർ ശക്തികൾ. അതായത് ഇപ്പൊ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് കഴിയുമ്പോൾ അവർ ഒന്നിച്ച് നിൽക്കില്ലല്ലോ. കാര്യം അവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളും പുറത്തുള്ള പിന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളും ഒക്കെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉന്നയിക്കുകയും പല സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഇവരെ തമ്മിൽ അകറ്റുക. അപ്പോൾ അത് പിന്നെ ചിലര് പണം വാങ്ങിച്ചുകൊണ്ടാവാം, സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടാവാം, പിന്നെ ഭീഷണിപ്പെടുത്തിയാകാം, അധികാരങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടാവാം. എന്തായാലും ശരി, ചില ക്രിസ്ത്യാനികൾ അത് വീണ് പോയിട്ടുണ്ട്. കെന്നഡി, കരിമ്പങ്കാല, അവൻ ഒരു ചെറ്റയാണ്. അവന് ഇപ്പോഴും ചെയ്താലും ശരി, എപ്പോഴും ചെയ്താലും ശരി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ആ മുസ്ലിങ്ങളാണ് പിന്നെ നൈജീരിയയിൽ കൊല്ലുന്നത്, അല്ലെങ്കിൽ ഉഗാണ്ടയിൽ കൊല്ലുന്നത്. അതായത് ഈ പിന്നെ കാണുമ്പം തന്നെ അവൻ അറിയാം ഒരു കാപ്പിരിയാണ്, ആഫ്രിക്കക്കാരനാണ്. അവനെന്ന് പറഞ്ഞ് യാതൊരു ബോധവും വിവരവുമില്ല. അവനെയൊക്കെയാണ് വിളിച്ചിരുത്തി ചാനലിൽ ചർച്ച ചെയ്യിക്കുന്നത്. അപ്പോൾ സംഘപരിവാറിന്റെ 1ാം ക്ലാസ് ഏജന്റാണ് അവൻ. അവന് കിട്ടുന്ന പൈസ എവിടെ നിന്നൊക്കെ കിട്ടുന്നെന്ന് പിന്നെ പടച്ചതമ്പുരാനെ അറിയാവുള്ളൂ. എന്നാലും ശരി, വാങ്ങിച്ചിട്ടിരുന്നു. അതുപോലെ ഷായസ്കറിയ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഏത് രീതിയിലും എന്തെടുത്ത് കാണിച്ചാലും പറയും അതങ്ങനെയല്ല, അതിങ്ങനെയാണ്. അത് പിന്നെ മുസ്ലിങ്ങൾ ഉഗാണ്ടയിൽ ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ ഉഗാണ്ടയിലും നൈജീരിയയിലും ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ സംഘപരിവാർ ചെയ്യുന്നതിനെ ന്യായീകരിക്കുക. ഇത്ര ബോധവും വിവരമാണ്. കാരണം ഇവനെല്ലാം ഫണ്ട് കിട്ടുന്നുണ്ട്, അവർക്കെല്ലാം ചില കാര്യങ്ങളുണ്ട്. അതൊന്നും പുറത്തു പറയാൻ കൊള്ളൂല. പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ഷായസ്കറിയാക്കും ആരിഫ് എന്ന് പറയുന്ന ഒരു ജറ്റയുണ്ട്, അവനെല്ലാം ഇപ്പൊ അടുത്ത് ഇസ്രയേലിൽ പോയിരുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൽ പോയിട്ട് ഹമാസ് കൊന്ന ആൾക്കാരെ കാണാൻ പോയതാണ്. 200 പേരെ കണ്ട് അവിടെ കൊന്നു. മില്യൺ കണക്കിന് പലസ്തീനെ കൊന്നിട്ട് അതൊന്നും കാണാൻ പോയിട്ടില്ല. വിയറ്റ്നാമിൽ അമേരിക്ക ആവശ്യം പോലെ ആളുകളെ ബോംബ് ചെയ്ത് കൊന്നിട്ടുണ്ട്. ഇറാഖിലും സിറിയയിലും യമനിലും ഒക്കെ ആവശ്യം പോലെ ആൾക്കാരെ പിന്നെ ബോംബ് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതൊന്നും കാണാൻ പോകണ്ട. പക്ഷെ ഇസ്രയേലികളെ കാണാൻ പോകണം. അത് കാരണം എന്ന് പറയുന്നത് ഈ ഷായസ്കറിയയുടെ ദൈവത്തിന് കുരിശിത്തറച്ചവരാണല്ലോ, പോയി കാണണമല്ലോ. അതായത് സ്വന്തം ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാ കുരിശി തറച്ചവന്മാരാണ്, അവരെയാണ് കാണാൻ പോണത്. അപ്പൊ അവരിപ്പോ സ്വന്തക്കാരാണ്. ശരി, നടക്കട്ടെ. നിങ്ങൾ ആരുമായിട്ട് സ്വന്തം കൂടിയാലും ആരുമായിട്ട് ബന്ധം കൂടിയാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളുടെ ഐക്യമാണ് മുസ്ലിങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത്. മുസ്ലിങ്ങൾക്ക് ആരുടെയെങ്കിലും അധികാരമോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ കവർന്നെടുക്കാനായിട്ടുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. പറയുമ്പോൾ പറയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും ചെയ്യുന്ന നല്ലത്. ന്യൂനപക്ഷങ്ങൾക്ക് അതിൻ്റെതായ വിലയും നിലയും ഉണ്ടാവും. അവരൊരു സ്ട്രോങ് ആവും. അത് അവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. കാര്യം പാമ്പ്ലാനിയെ പോലുള്ള അച്ഛന്മാര്, ഈ കെന്നഡിയെ പോലുള്ള തെണ്ടികളും ഈ ഷായസ്കറിയെ പോലുള്ളവരും
കാസയും പിന്നെ വേറൊരു മലയാളി വാർത്ത ഇൻസൈഡ് കുറേ ക്രിസംഖികളുടെ ചാനലുകൾ അവിടെ ഉണ്ട്. അവര് നേരം വെളുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചാനൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ അങ്ങോട്ട് പീഡിപ്പിക്കുക, വാക്കുകൊണ്ട് പീഡിപ്പിക്കുക. മുസ്ലിങ്ങൾ അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ അതിന് അവിടെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തിരിച്ചു ചെയ്യണം. അതിനുള്ള കഴിവ് വേണം. നിങ്ങൾ ഫണ്ടിറക്കണം അങ്ങോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി പ്രവർത്തിക്കണം. മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, മുസ്ലിങ്ങളെ തിരിച്ചടിക്കണം എന്ന് പറയണം. അല്ലാതെ ഇവിടെ ഉള്ള ക്രിസ്ത്യാനികൾ അതിനെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ എങ്ങനെ മുതലക്കണ്ണീരൊഴുക്കുന്നു? മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. കാര്യം നമ്മളുമായി സഹകരിച്ച് പോണവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെയല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടത്. അല്ലാതെ നൈജീരിയയിൽ അവർ കൊല്ലുന്നതിന് അതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമേ അല്ല. അവിടുത്തെ കാര്യങ്ങള് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ മീഡിയ ഏതെങ്കിലും രീതിയിൽ പടച്ചുവിടും, ഇവിടെ സംഘപരിവാർ ശക്തികളും പടച്ചുവിടും. കാരണം ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഇവിടുത്തെ പ്രശ്നമാണ് ഇവിടെ നമ്മൾ പരിഹരിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ 2 ആൾക്കൂട്ട കൊല നടന്നു. ഒന്ന് അട്ടപ്പാടിയിലുള്ള ആ മധു എന്ന് പറയുന്ന ആദിവാസി അടിച്ചു വന്നു. അത് 4-5 വർഷമായി. ഈ രണ്ടാമത്തത് ഇപ്പോ ഒരാഴ്ച മുമ്പ് നാരായൺ ബയ്യായ അടിച്ചു കൊന്നു. അപ്പൊ അടിച്ചു കൊന്നതാണ് RSSകാരാണ്, BJP RSS പിന്നെ അനുകൂല ആൾക്കാരൊന്നും അല്ല അതില് ശരിയായ രീതിയിൽ പ്രവർത്തകരാണ്. ഒരു സൈസ് നേതാക്കന്മാർ പോലെയാണ് അവർ. നേരത്തെയൊക്കെ പല DYFIക്കാരനെയും പിന്നെ CIT-കാരനെയും വെട്ടി കേസിലെ പ്രതികളാണ്. അപ്പോ വേറൊരു SDPIക്കാരന് വധക്കേസിൽ പ്രതിയാണ്. അവനെല്ലാം ഉണ്ടായിരുന്നു. ഈ പിന്നെ ഇവർ 5 പേരെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത്, റിമാൻഡ് ചെയ്യാനായിട്ട് കോടതിയിൽ കൊണ്ടുപോകുകയും ആ സമയത്ത് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അത് പറയാൻ പോലും ഷാഹിസ്കറിയാക്കിയൊക്കെ ഭയമാണ്. അത് അല്ല, അങ്ങനെ കേട്ടിട്ടില്ല. അത് RSS എന്നും പിന്നെ സംഘപരിവാർ എന്നും പറയുന്നത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിനെ കണ്ണ് കീറിയ ഷാഹിസ്കറിയാക്കും പിന്നെ കുറെ ഇവിടെയുള്ള ക്രിസംഖികൾക്കും കണ്ടുകൂടാ. കാരണം സത്യം പറയുന്ന ഒരേ ഒരു ചാനൽ പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള ന്യൂസുകൾ കിട്ടുമായിരുന്നു. ഞാൻ പണ്ട് ആദ്യം നോക്കുന്നത് അതാണ്, ആ മീഡിയ പിന്നെ ഇന്ത്യ വിഷനാണ് ആദ്യം നോക്കുന്നത്. കാരണം സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടും. അതുപോലെ ഇപ്പോഴും ഞാൻ നോക്കുന്നത് ഏതെങ്കിലും ഒരു വിശേഷം എവിടത്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ മീഡിയ വന്നു, അതിനുശേഷം വേറെ എന്തെങ്കിലും നോക്കും. ഷാജൻസ്കറിയ പറയുന്നത് ഞാൻ നോക്കും. കാര്യം കള്ളം ഏത് രീതിയിലാണ് അവൻ പടച്ചു വിടുന്നതെന്ന് അറിയണം. കാരണം ജേർണലിസം പഠിച്ചവനാണ്. കള്ളവും കാപട്യവും കൊണ്ട് നടക്കുന്നവന്മാരാണ്. ഒരുത്തൻ വാളയാർ സുനിൽ എന്ന് പറയുന്നത് അവനും ജേർണലിസം പഠിച്ചവനാണ്. RSS അവൻ ഒരു കുറേയും തൊട്ട് ഒരു മഞ്ഞച്ചാണ്ടും കെട്ടുമ്പോൾ RSS ആയി. അപ്പോ RSSന്റെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി എല്ലാ രീതിയിലും. അപ്പോ ഇവർ കുറെ ഒരു ഗ്രൂപ്പാണ്. ഈ കാസ മാത്രമല്ല, കാസ എന്ന് പറയുന്ന ടീച്ചർ, അവനെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് തെമ്മാടിയാണ്. ഫണ്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് RSSകാരാണ്. RSS ഫണ്ട് കൊടുത്താണ് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായത്. അത് ഇന്റർനാഷണൽ ആണെന്നാണ് പറയുന്നത്. ഷാൻസ്കറി അവർക്കാ പറഞ്ഞ് ഇപ്പൊ അച്ഛന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഭയങ്കര സ്വീകാര്യതയാണെന്ന്. എന്താ മിണ്ടാത്തത്? ഇപ്പൊ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എന്തിനു മൂക്കിന് താഴെ പാലക്കാട് നടന്നില്ലേ ക്രിസ്മസ് കരോളും കൊണ്ട് നടക്കുന്നത്? ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എല്ലാ സമുദായക്കാരും പിള്ളേരില്ലാതെ വെച്ച് അങ്ങോട്ട് ഇറങ്ങിയ ഏത് ജാതിക്കാരനാണെന്നും അറിയില്ല. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വീടുകളിൽ നിന്ന് കിട്ടും, അവർ കൊണ്ടുപോയി കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, സിനിമ കാണുകയൊക്കെ ചെയ്യും. അപ്പൊ അതാണ് പിള്ളേരുടെ ലക്ഷ്യം. അതാണ്. അപ്പോ ഈ മുസ്ലിം എന്താ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ലാതെ ഇവരിങ്ങനെ കരോളൊന്നും പറഞ്ഞു പോകും. അപ്പൊ അതിന് ഈ പൂഞ്ഞാറിലെ ചെറ്റയും മോനും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ആ മോൻ പറഞ്ഞ കേട്ടോ, അവൻ കാര്യം ഇപ്പൊ BJPയുടെ വൈസ് പ്രസിഡന്റിനെ കണ്ടാണല്ലോ. അപ്പൊ അവൻ പറഞ്ഞത് അവർ കള്ളു കുടിച്ചോണ്ട് പോയ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഏത് കരോൾ പാടാൻ പോയ പിള്ളേര് കള്ളു കുടിച്ചോണ്ട് പോയ എന്താ തെമ്മാടത്തിലാണ്. അതായത് ന്യായീകരണ തൊഴിലാളികളാണ് ഇവനെല്ലാം. ഇവനെയെല്ലാം BJP RSSകാരും വിലക്കെടുത്തിരിക്കുകയാണ്. എന്ത് ചെറ്റത്തരവും വിളിച്ചു പറയും. അപ്പൊ എന്നിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നെ അപ്പോസ്തലന്മാരായിട്ട് അങ്ങനെ വിരാജിക്കാമെന്നാണ് അവർ കണക്കാക്കുന്നത്. ക്രിസ്ത്യാനികള് നിങ്ങൾക്കുള്ള വില എത്രയാണെന്ന് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് അച്ഛന്മാരുണ്ട്. കാര്യം അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിക്കുന്നത് അവര് ചിലർ പെട്ടുപോകും. കാര്യം അവര് നല്ല ഭംഗിയായിട്ട് തിന്നു കൊഴുത്ത് കുടിച്ച് നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം വീഞ്ഞാണ് കുടിക്കുന്നത്. അത് മദ്യത്തിന്റെ വേറൊരു ഇതാണ്. അതൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കയില്ലേ, കല്യാണം കഴിക്കില്ല. എന്നിട്ട് പിന്നെ സത്യവിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് പറയാം, നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾ മക്കളെ ഒരുപാട് ഉണ്ടാക്കണം. എന്ത് യവന്മാർക്ക് കല്യാണം കഴിച്ചൂടെ? മക്കൾ ഉണ്ടായിക്കൂടെ? നിങ്ങൾക്ക് ആര് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു? നിങ്ങൾക്ക് ആരാണ് പറഞ്ഞ കല്യാണം കഴിക്കണ്ടെന്ന്?
നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? അപ്പോൾ നമുക്കറിയാം അരമനകളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളും അതും ഇതും എത്രയോ സഹോദരിമാരാ, സിസ്റ്റർമാരാ, കന്യാസ്ത്രീകളെ കൊന്നിട്ടുണ്ട്. ചരിത്രമെടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മതി, പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ചില ആളുകളെ ഇവർ സംഘപരിവാറെ ഭീഷണിപ്പെടുത്തി നിന്നെ അങ്ങനെ ആക്കും, ഇ ഡിയെ കൊണ്ടുവരും, സി ഡിയെ കൊണ്ടുവരും, NIA കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർക്ക് അനുകൂലമായിട്ട് എനിക്ക് 300 രൂപ കിലോയ്ക്ക് റബ്ബറിന് 300 രൂപക്ക് തന്നാൽ നിങ്ങൾക്ക് സീറ്റ് തരാം. സീറ്റ് അവർ കൊടുത്തു. തൃശ്ശൂർ സീറ്റ് കൊടുത്ത അങ്ങനെയാണ്. അപ്പൊ കേരളത്തിൽ ഒരു സീറ്റ് ഇന്ന് വരെ ഇല്ലായിരുന്ന പാർലമെന്റിൽ പോകാൻ കഴിയായിരുന്ന BJP അവർ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചു. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും സംഘപരിവാർ ശക്തികളുടെ പിണിയാളികളായി കുറെ ക്രിസംഗികളും കുറെ കാസക്കാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശരി, ഇപ്പൊ പറഞ്ഞു വന്നെന്ന് പറയുന്നത് നമ്മുടെ പുട്ടു സാമുവലിന്റെ കാര്യമാണ്. പുട്ടു സാമുവൽ ഇപ്പോഴാണ് നേരം വെളുത്തത്. ഇത് നേരത്തെ മുസ്ലിങ്ങൾ പറഞ്ഞതാണ്, ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിന്നാൽ നല്ലതാണ്, നമുക്ക് അവരോടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു പിടിവള്ളിയാണ് ഒന്നിച്ച് ചെയ്യുന്ന കഴിഞ്ഞാൽ. അപ്പൊ തെറ്റിക്കാൻ വേണ്ടി പലതും ചെയ്യും. പണ്ട് ഇംഗ്ലീഷുകാർ ചെയ്തത് എന്താണ്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ച്. കാരണം അവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ പ്രബലമായ ഒരു ശക്തിയായി മാറും. അവര് ഗവൺമെന്റിനെതിരെ ഏത് രീതിയിലുള്ള സമരവും ബഹളവും ഏത് രീതി പട്ടാളമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾ. മലബാർ ലഹളയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ടിപ്പു സുൽത്താൻ, ഇന്ത്യയിലെ ആകെ ഉണ്ടായിരുന്ന ഒരൊറ്റ രാജാവ് അല്ലെങ്കിൽ പടയാളി എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ മാത്രമാണ്. ഇംഗ്ലീഷുകാരെ പരസ്യമായി തീർത്തത് യുദ്ധത്തിന് ഇറങ്ങിയത് ടിപ്പു സുൽത്താനായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെ ഇവർ ഒറ്റുകൊടുക്കും. ഇപ്പൊ എന്തായാലും ശരി, പുട്ടു സാമുവൽ പറയാണ് ഇവിടെ സംഘപരിവാറുകാരെ കൊണ്ട് നമ്മൾ തോറ്റിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. അത് മാത്രമല്ല, ഇവിടെ സംഘപരിവാറുകാർ ഉദ്ദേശിക്കുന്നത് തന്നെ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരു ടെൻഷൻ അങ്ങനെ ഒരു ടെൻഷൻ നിലനിർത്തണം. ബാക്കിയുള്ള അയൽ രാജ്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട രാജ്യമാണ്. എത്രയുണ്ട്? ഒരു സ്റ്റേറ്റിന്, ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിന് 2 ആക്കിയിട്ട് ഒരു ഭാഗമാണ് അവർക്ക് കൊടുത്തത്. അതാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് ഇന്ത്യ എന്തെങ്കിലും ചെയ്യും? എന്ത് മൂക്കി കളയും? അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ഭീമാകാരമായ ഒരു രാജ്യവും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽപ്പെട്ട ഒരു രാജ്യമാണ്. നമ്മൾ ആയുധ ബലത്തിലായിരുന്നാലും സൈനിക ബലത്തിലായിരുന്നാലും നമ്മുടെ 7 അയലത്ത് വരില്ല. അതായാലും പാകിസ്ഥാനായിരുന്നാലും. പക്ഷേ ഇതെന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അങ്ങനെ ചെയ്തുള്ള ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അതൊക്കെ ഇവിടെ ഈ ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി ഇവർ പടച്ചുണ്ടാക്കുന്നതാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ജാതിയും മതവും പറയുക, യുദ്ധം വേണമെങ്കിൽ ഇവരുണ്ടാക്കും. സംഘപരിവാർ ശക്തികളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ബംഗ്ലാദേശുമായിട്ട് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർ യുദ്ധത്തിന് പോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവിടെ ടെൻഷൻ നിലനിർത്തുക, യുദ്ധ സമാനമായ സാഹചര്യം നിലനിർത്തുക എന്ന് പറയുന്നത് സംഘപരിവാറുകാരുടെ അജണ്ടയാണ്. അത് അങ്ങനെ നടപ്പാക്കിയാലേ അധികാരം നിലനിർത്താൻ ഒക്കുള്ളൂ. നിങ്ങൾ എപ്പോഴും നോക്കിയോളൂ, ലോക്സഭ ഇലക്ഷൻ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ഒരുപാട് ഒരു 4-5-6 സംസ്ഥാനങ്ങളിലും എങ്കിലും തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവർ ഉടനെ പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് അവർ ഏറ്റുമുട്ടലിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓപ്പറേഷൻ സിന്ധൂർ മറിച്ചതെന്ന ബോർഡർ അങ്ങ് തുറന്നു കൊടുക്കും. പാകിസ്ഥാനിൽ നിന്ന് ഭീകരന്മാർ വരും, കുറെ ആളുകളെ അങ്ങ് വെടിവെച്ച് കൊല്ലും, എന്നിട്ട് അവർ തിരിച്ചു പോകും. അതിനുശേഷമാണ് ബോർഡർ തുറന്നു കിടന്ന് അവർ കണ്ടത്. നമ്മളെ ബോർഡർ തുറന്നിട്ട് കൊടുക്കും അവന്മാർക്ക്, എന്നിട്ട് തിരിച്ചു പോകാനും തുറന്നു കൊടുക്കും. തുറന്നു കൊടുത്തതിന് ശേഷമാണ് പിന്നെ പറയുന്നത് ഭീകരന്മാർ വന്നു. അങ്ങനെ ഇവരെന്താണ് ജോലി? അപ്പൊ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് സൈന്യത്തിന്റെ ചുമതല എന്താണ്? അവരുടെ ജോലി എന്താണ്? നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കും നമ്മളെ രാജ്യരക്ഷാ മന്ത്രിക്കുമുള്ള ജോലി എന്താണ്? ആർമി ചീഫിനും നേവിക്കും എയർഫോഴ്സിനും കരസൈന്യത്തിനും ഒക്കെ ഉള്ള ജോലി എന്താണ്? ഒരു രാജ്യത്തിനെ കാക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെന്തിന്? ബംഗ്ലാദേശിൽ പോയി ഇന്നാലെ തീർത്തു, കാനഡയിൽ പോയി മറ്റവനെ തീർത്തു, പാകിസ്ഥാനിൽ പോയി മറ്റവനെ തീർത്തു എന്ന് പറഞ്ഞ് അന്യരാജ്യത്ത് പോയി തീർക്കാം. നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെ പറ്റി യാതൊരു ബോധവുമില്ല. ഇങ്ങനെ ഒരു ഗവൺമെന്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ. പണ്ട് നരേന്ദ്രമോദി നഖശിഖാന്തം ഇവരെ ഏതെല്ലാം രീതിയിലാണ് UPA ഗവൺമെന്റ് വിമർശിച്ചത്. അന്ന് ഏതോ ഭീകരന്മാർ വന്നെന്നും പറഞ്ഞു, നിങ്ങളല്ലേ ഗവൺമെന്റ്, നിങ്ങളല്ലേ രാജ്യരക്ഷ, നിങ്ങളല്ലേ ആഭ്യന്തരമന്ത്രി, എന്തുകൊണ്ട്, നിങ്ങളുടെ ജോലി എന്താണ് എന്ന്.
താലിബാൻ ഗുഡ് താലിബാനും ബാഡ് താലിബാനും ഇല്ല, എല്ലാം ബാഡ് താലിബാനാണ്. താലിബാനിസം ഇവിടെ നടപ്പാക്കുന്നത് സംഘപരിവാറും ബാക്കിയുള്ളവരും ഒക്കെ ചാനലിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നിട്ട് താലിബാന്റെ വിദേശകാര്യമന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ സ്വീകരിച്ച് പരവതാനി വിളിച്ച്. അപ്പൊ അതാണ് അവര് പറയുന്നതാണ് ശരി, അവര് പറയുന്നത് മാത്രമാണ് ശരി. അവര് പറയുന്നത് ചൈന നമ്മുടെ സുഹൃത്താണ്, ചൈന നമ്മുടെ ശത്രുവാണ്. അത് നിങ്ങൾ മിണ്ടാതെ വിശ്വസിച്ചോളണം, അതിനെ എതിർക്കാൻ പാടില്ല. അഫ്ഗാൻ താലിബാനാണ് എന്ന് പറഞ്ഞാൽ താലിബാനാണ്, അത് നമ്മുടെ ശത്രുവാണ്. താലിബാൻ കുഴപ്പമില്ല, അത് നമ്മുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊട്ടന്മാരാ, നമ്മൾ വിഡ്ഢികളാ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിനോട് ഇരുന്ന് മൂളാനായിട്ട്. അപ്പൊ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു ചാനലാണ്. സത്യസന്ധമായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കും, ഓരോ വിഷയവും അവരെടുത്ത് സംസാരിക്കും. അത് സഹിക്കാൻ വയ്യ. കാരണം ഇങ്ങനെ കൂലങ്കഷമായിട്ട് ചിന്തിച്ച് മറുപടി കൊടുക്കുന്ന ഒരു ചാനൽ കേരളത്തിൽ വേറെയില്ല. മീഡിയ പോലെ ഇത് കണ്ടിട്ട് അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉണ്ട്. അതില് ജനങ്ങൾ ഒരുപാട് കാണുന്ന ചാനലാണ്. അതില് ഈ വിരളി പിടിച്ചിട്ടാണ് ഷാഹിസ്കറിയാക്കി. രാജ്യദ്രോഹമാണ് അവർ ചെയ്യുന്നത്. രാജ്യദ്രോഹി 1-ാം ക്ലാസ് ഷാഹിസ്കറിയാണ്. യഹൂദന്മാർക്കും ഇംഗ്ലണ്ടിനും വേണമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്നവരാണ് ഈ ഷാഹിസ്കറിയായും അവനെ പോലുള്ളവരും. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയിലും ഇന്ത്യയുടെ സൈന്യ ശക്തിയിലും ഇന്ത്യയുടെ പുരോഗതിയിലും പാശ്ചാത്യ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ യഹൂദന്മാർക്കോ അതായത് ഇസ്രയേലികൾക്കോ യാതൊരു വിധത്തിലുള്ള സന്തോഷമില്ല. ഇന്ത്യയെ സാമ്പത്തികമായിട്ട് എങ്ങനെ തകർക്കാം, ഇന്ത്യയെ സൈനികമായിട്ട് എങ്ങനെ തകർക്കാം, ഇന്ത്യയെ എങ്ങനെ 50 വർഷം പുറകോട്ടടിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന, അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയാണ് പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരും ശ്രമിക്കുന്നത്. അതിന് ഓശാന പാടുന്നവരാണ് ഷാഹിസ്കറിയായും ബാക്കിയുള്ളവർ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ പരിവാർ സംഘങ്ങൾക്ക് ഇല്ല. കാര്യം ബുദ്ധിയുള്ള ആരുണ്ട്? വിദ്യാഭ്യാസമുള്ള ആരുണ്ട്? ബുദ്ധിജീവികൾ എവിടെ? ഇല്ല. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. രാജ്യം ഭരിക്കാൻ RSSകാർ പറയുന്നതനുസരിച്ചല്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും അവർക്ക് പിടിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യിക്കാം. അവരാണ് നമ്മളെ ശത്രുക്കൾ, അവരാണ് രാജ്യദ്രോഹികൾ, അവരാണ് ഭീകരന്മാർ. ഭീകരത എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരമായ 2 രാഷ്ട്രങ്ങളാണ് അമേരിക്ക, ഇസ്രായേൽ. പിന്നെ വേറൊരു ഭീകരത എന്ന് പറയുന്നത് RSSകാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്റന്റ് സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയാണ് RSS. ആയുധ പരിശീലനം നടത്തുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS നടത്തുന്നത് പോലെയുള്ള ആയുധ പരിശീലനം നടത്തണം. കാരണം ഇവര് ഇവിടെയുള്ള ദളിതായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്യുക എന്നാണ് അവരുടെ പരമമായ ലക്ഷ്യം. അപ്പൊ ഇതിനെ നേരിടണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS ചെയ്യുന്നത് പോലെ ആയുധ പരിശീലനം നടത്തിയെടുക്കണം. അപ്പോ എങ്കിലേ അവരെ നേരിടാൻ ഒക്കുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് നല്ലതാണ്. എന്തായാലും ശരി, വീഡിയോ ഇങ്ങനെ ഇട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളൊന്നും എല്ലാ ആ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വളരെ വ്യൂവേഴ്സ് കുറവാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ യൂട്യൂബുകാർ തുറക്കാത്തത് കൊണ്ടാണ്. യൂട്യൂബുകാർ ഓപ്പൺ ചെയ്താലല്ലേ വ്യൂവേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ശരി, ഞാൻ എപ്പോഴും പറയുന്നത്, മതമേതായാലും ശരി, ഏത് രാഷ്ട്രീയമായിരുന്നാലും ശരി, ജനങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും സൗഹൃദത്തിലും കഴിയണം. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അധികാരത്തിന് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങളും വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പ്രചരിപ്പിച്ച് വിഷം ചീറ്റുന്ന കുറെ വിഷജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒറ്റപ്പെടുത്തി നമ്മൾ എങ്ങനെയാണ് കാലാകാലങ്ങളായി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ കഴിഞ്ഞു പോകും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമാവുന്നതോ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതോ സൈന്യ ശക്തി കൊണ്ട് നമ്മൾ മെച്ചപ്പെടുന്നതോ ഒന്നും പാശ്ചാത്യ രാജ്യങ്ങളോ ഈ ഇസ്രയേലുകളോ ആഗ്രഹിക്കുന്നവരല്ല, അതിലവർ സന്തോഷപ്പെടുന്നവരല്ല. പക്ഷേ അവരെന്ന് പറയുന്നത്
രാജ്യത്ത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ചുറ്റിനുമുള്ളതെന്ന് പറയുന്നത് ഒന്ന് ബംഗ്ലാദേശ്, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഒന്ന് ചൈന. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ടെൻഷൻ ഇല്ലാത്തതും കൊല്ലാത്തതും അവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. എന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ അവർ തന്നെ ചെയ്യും, അവർ തന്നെ ചെയ്യിക്കും. അവർ തന്നെ വേണം ഈ പാകിസ്ഥാനിലെ ആളിനെ ഇറക്കി ഭീകരന്മാരെ ഉണ്ടാക്കി ഇന്ത്യക്കകത്തോട്ട് കയറ്റി വെടിയിപ്പിക്കും. അപ്പോ യുദ്ധം ഉണ്ടാവും, യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാവും. അത് BJP-ക്കാർക്കും അനുകൂലമാണ്. കാരണം അവർക്ക് അധികാരം, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അധികാരം നിലനിർത്തുക. അല്ലാതെ ഈ രാജ്യത്തോടുള്ള താല്പര്യവും രാജ്യസ്നേഹമൊന്നും അവർക്കൊന്നും ഇല്ല. രാജ്യസ്നേഹം ഉള്ളതും രാജ്യത്തോട് താല്പര്യവും രാജ്യത്തെ ജനങ്ങളോട് കടപ്പാടുള്ളതും ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് മാത്രമാണ്. അതിന്റെ അവരെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ. അത് മനസ്സിലാക്കി ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾ പ്രവർത്തിക്കണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരെയാണെങ്കിൽ ഈ സംഘപരിവാർ ശക്തികളെ നമ്മൾ പുറത്തു നിർത്തണമെന്നും. കാരണം അവർ ബാലറ്റില് പല കൃത്രിമവും കാണിച്ചാണ് ഇപ്പൊ പല സ്ഥലത്തും ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇനി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നാലും, ജുഡീഷ്യറി ആയിരുന്നാലും, മിലിറ്ററി ആയാലും, പോലീസ് ആയിരുന്നാലും, സിവിൽ സർവീസ് ആയിരുന്നാലും എല്ലാത്തിലും ഇപ്പോ സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുകയാണ്. അതൊക്കെ ഇനി മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും ശരി, മനുഷ്യർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണമെന്നും നമ്മുടെ രാജ്യം പണ്ട് എങ്ങനെയാണ് നിലനിർത്തുന്നത്, മത സ്വാതന്ത്ര്യമായിരുന്നാലും ശരി, സാഹോദര്യമായിരുന്നാലും ശരി, മതേതരത്വമായിരുന്നാലും ശരി, ജനാധിപത്യമായിരുന്നാലും ശരി, അത് നിലനിന്ന് കാണാൻ, ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ആൾക്കാരോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ അതിനു വേണ്ടി നിലകൊള്ളണമെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയാണ്, എനിക്ക് യാതൊരു പേടിയില്ല. ഇനിയിപ്പോ സംഘപരിവാറല്ല, ഇനി ഏത് RSS വന്നാലും നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. മരിക്കുന്നത് തന്നെ ഒരു പ്രാവശ്യം മരിച്ചാലേ ഉള്ളൂ. എന്നായാലും അത് വീരമൃത്യു തന്നെ ആവട്ടെ, അതിൽ നല്ലത്, അതാണ് അന്തസ്സ്. അതിനെ പേടിച്ചോടുന്ന പരിപാടിയില്ല. അപ്പോ മരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, നമ്മുടെ സമുദായത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോ അവനവന്റെ ജാതിയും മതവും അനുസരിച്ച് തന്നെ അവനവൻ ജീവിക്കട്ടെ, അവനവന്റെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രമാണങ്ങൾ വിശ്വസിച്ചിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരവും, അങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന മതേതരത്വ ജനാധിപത്യ രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ വേണ്ടി, ജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.